നമസ്കാരം. ഹരിതം ഗാർഡനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്നിടുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അതും കൂടിയും ഒന്ന് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ടെറസിൻ്റെ മുകളിൽ കൂടുതലായും പച്ചക്കറിയാണ് കൃഷി ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ കിട്ടാറുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ റോസ്, വെയിൽ നന്നായിട്ട് വേണ്ട ചെടികളൊക്കെ ഞാൻ ടെറസിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. കാരണം വീടിൻ്റെ താഴത്ത് ആന്തോറിയ ഉണ്ട്, പിന്നെ അതുമുണ്ട്. പിന്നെ നിറച്ച് തെങ്ങും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തണൽ വളരെ കൂടുതലാണ്. അപ്പോൾ ചെമ്പരത്തി, അതുപോലെ ബോഗൺവില്ല, റോസ്, പച്ചക്കറികളൊന്നും അവിടെ ശരിയാവാത്തതിൻ്റെ കാരണം ഞാൻ ഇവയൊക്കെ മുകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ചെമ്പരത്തി എൻ്റെ കയ്യിൽ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. 48 തരം ചെമ്പരത്തി വെറൈറ്റി ഉണ്ട്. അത് 20 എണ്ണമൊക്കെ ഡെയിലി വിരിയും. അത് നല്ല ഫ്രഷായിട്ട് ഡെയിലി വിരിയണോണ്ട് നമുക്കതൊരു ഭംഗി ഉണ്ട്. ചെമ്പരത്തിയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന് ഞാൻ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്ന ജൈവ വളങ്ങൾ തന്നെയാണ് അതിനും ഇടാറും. പിന്നെ കടലപ്പിണ്ണാക്ക്, കുതിർത്തത്, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഞാൻ ഈ ചെടികൾക്കൊക്കെ നൽകാറും. പിന്നെ ഈ ചെമ്പരത്തിക്ക് മിലി ബഗിൻ്റെ ഒരു പ്രശ്നം വന്നിരുന്നു. പിന്നെ പച്ചക്കറിയുടെ ഒരു ഇതാണ്. നന്നായിട്ട് മുളക് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഈ മുളകിന് വന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെമ്പരത്തിക്കും മുളകിനൊക്കെ മിലി ബഗ്, വെള്ള ഈച്ചയുടെ ശല്യം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനൊരു മരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടുണ്ട്. അത് എല്ലാവരും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് നല്ല എഫക്റ്റായിരുന്നു എനിക്ക് കാണുന്നത്. അത് കാരണം ഞാൻ എല്ലാ ആഴ്ചയും ആ മരുന്ന് അടിക്കാറുണ്ട്. മുളകും, വഴുതന, വെണ്ടക്കായ, ചീര, അതുപോലെ കരിവേപ്പ് ഒക്കെ ഞാൻ ടെറസിൻ്റെ മുകളിലാണ് നട്ടിരിക്കുന്നത്. കരിവേപ്പിൻ്റെയൊക്കെ ഇലകളിൽ ചെറുപ്പുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നന്നായിട്ട് കരിവേപ്പ് ഉണ്ടാവാറുണ്ട്. നല്ല സൂര്യപ്രകാശം കിട്ടുന്നത് കാരണം പച്ചക്കറിയൊക്കെ നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. റോസ് പിന്നെ ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ വേനൽക്കാലത്ത് ഓട്ടോമാറ്റിക് റോസിന് ഒരു സ്വല്പം ക്ഷീണം സംഭവിക്കാറുണ്ടല്ലോ. പിന്നെ ബോഗൺവില്ല ഞാൻ ടെറസിൻ്റെ മുകളിലാണ്. ഈ പഴയ ട്യൂബ് ലൈറ്റൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിൽ താങ്ങായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ 10 മണിക്കൊക്കെ നന്നായിട്ട് വെയിൽ വേണേ. അതുകൊണ്ട് 10 മണി ഞാൻ ഈ വാട്ടർ ടാങ്കിൻ്റെ മുകളിലെ സ്റ്റാൻഡുമിലാണ് കൊളത്തിയിട്ടിരിക്കുന്നത്. അതൊരു 8 തരം 10 മണി പൂക്കളുണ്ട്. ചെമ്പരത്തി നന്നായി ഫ്ലവർ ചെയ്യാൻ തുടങ്ങിയത് ടെറസിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷമാണ്. അത് നല്ല വെയിൽ കിട്ടണോണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് നല്ല വെയിലും വേണം. പിന്നെ ഇത് ചേമ്പും ചേനയൊക്കെ ഞാനൊരു കൗതുകത്തിന് നട്ടിട്ടുള്ളത് ഉണ്ടാവുമോ എന്നറിയില്ല. അതുപോലെ കൂർക്കത്തല, ഇഞ്ചി, മഞ്ഞൾ, ഇതൊക്കെ ഞാൻ ടെറസിൻ്റെ മുകളിൽ ചാക്കിൽ ഗ്രോ ബാഗിലുമായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഞാൻ ചിരട്ടയാണ് വെച്ചിരിക്കുന്നത്, വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വാർപ്പിന് കേടൊന്നും വരില്ല എന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ ചട്ടി ഉണ്ടാക്കി ഉണക്കാൻ വെച്ചിരിക്കുന്നതാണ്. ചട്ടി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളൊരു വീഡിയോ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ഉണ്ട്. കാണാത്തവരതൊക്കെ ഒന്ന് കാണുക. നമുക്ക് വീട്ടിൽ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. തെച്ചിയുടെ ഒരു 5 തരം തെച്ചിയുണ്ട്. അതും ടെറസിൻ്റെ മുകളിൽ വളരെ നന്നായിട്ട് ഉണ്ടായി. വഴുതനങ്ങയൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ അത് പൂവാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ അതിൻ്റെ തൈ വേറെ ഗ്രോ ബാഗിൽ ഉൽപ്പാദിപ്പിച്ച് അതിനെ വെച്ച് ഇത് നാശമാകുമ്പോഴേക്കും അത് ഏറെക്കുറെ കായ്ക്കാൻ തുടങ്ങും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വഴുതനങ്ങ, വെണ്ടക്കായ, തക്കാളി എന്നിവ ഒരിക്കലും ഞങ്ങൾക്ക് ഷോർട്ടേജ് ഉണ്ടാവാറില്ല. പിന്നെ പരീക്ഷണമായിട്ട് വെള്ളരിക്കയൊക്കെ നട്ടിട്ടുണ്ട് ഗ്രോ ബാഗിൽ. അതൊന്നും വലിപ്പമില്ലെങ്കിലും ധാരാളം ഉണ്ടാവാറുണ്ട്.
പിന്നെ എൻ്റെ പറമ്പിലുള്ള വൃക്ഷങ്ങളാണത്. ഒരു മാവ്, ഒരു പ്ലാവ്, ഒരു 5 തെങ്ങ്, ഇരുമ്പാമ്പുളി, ഒരു കണിക്കൊന്ന, ഇതൊക്കെ ഈ 7 സെൻറ്റിലുണ്ട്. പിന്നെ പേരയുണ്ട്, ഒരു സീതപ്പഴം, പിന്നെ മുള്ളൻചക്ക, കവുങ്ങ്. ഈ കവുങ്ങിൻ്റെ മുകളിൽ ഞാൻ കുരുമുളക് പടർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ആത്തച്ചക്കയുണ്ട്, ജാമ്പ ഉണ്ടായിരുന്നു, അത് ഇപ്പോഴത്തെ വെള്ളപ്പൊക്കത്തിൽ അത് നശിച്ചു പോയി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.